ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അഞ്ചാം ഘട്ടത്തിലുള്ള പരസ്യ പ്രചാരണം നാളെ അവസാനിക്കും. 6 സംസ്ഥാനങ്ങളിലും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമാണ് 49 സീറ്റുകളിലേക്ക് ഈ മാസം 20-ാം തീയതി വോട്ടെടുപ്പ് നടക്കുക. അമേഠി, റായ്ബറേലി മണ്ഡലങ്ങളിലാണ് അഞ്ചാം ഘട്ടത്തിലെ ശ്രദ്ധാകേന്ദ്രമായി മാറുന്ന മണ്ഡലങ്ങൾ. രാഹുൽ ഗാന്ധിക്ക് വേണ്ടി സോണിയാഗാന്ധി ഇന്ന് റായ്ബറേലിയിൽ പ്രചാരണത്തിനിറങ്ങുമെന്ന് അറിയുന്നു. ഡൽഹിയിൽ നിന്നും നിതിൻ അംബുജൻ വിവരങ്ങളുമായി ചേരുന്നു. നിതിൻ, ഗുഡ് മോർണിംഗ്. വിശദാംശങ്ങൾ, അപ്ഡേറ്റ്സ്. ഗുഡ് മോർണിംഗ്. എന്തായാലും അഞ്ചാം ഘട്ടത്തിൽ വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ള മണ്ഡലങ്ങളാണ് വിധിയെഴുത്തിനായി പോകുന്നത്. 6 സംസ്ഥാനങ്ങളും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമാണ് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത്. 49 മണ്ഡലങ്ങൾ അങ്ങനെ വിധിയെഴുതുന്നു. ഇതിൽ ഏറ്റവും കൂടുതൽ മണ്ഡലങ്ങൾ വിധിയെഴുതുന്നത് ഒന്ന് ഉത്തർപ്രദേശിലെ 14 ലോക്സഭാ മണ്ഡലങ്ങൾ, പിന്നീട് മഹാരാഷ്ട്രയിലെ 13, അതോടൊപ്പം തന്നെ ജാർഖണ്ഡിൽ 3, ബീഹാറിൽ 5, കൂടാതെ ഒഡീഷയിൽ 5 എന്നിങ്ങനെ 6 സംസ്ഥാനങ്ങളിലാണ് ഇത്തരത്തിൽ വിധിയെഴുതാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ബംഗാളിലെ 7 മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് നടക്കാനിരിക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും രാഷ്ട്രീയ പ്രാധാന്യമുള്ള മണ്ഡലങ്ങളിൽ ഉത്തർപ്രദേശിലേതാണ്. ഒന്ന് റായ്ബറേലി, അമേഠി, അതോടൊപ്പം തന്നെ അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദ് മണ്ഡലം, കൂടാതെ ലക്നൗ, ഗോണ്ട അടക്കമുള്ള വിവിധ മണ്ഡലങ്ങൾ, ഇത്തരത്തിൽ രാഷ്ട്രീയ പ്രാധാന്യമുള്ള പ്രധാന മണ്ഡലങ്ങളുണ്ട്. രാജ്നാഥ് സിംഗ്, അതോടൊപ്പം തന്നെ അമേഠിയിൽ കെ.എൽ. ശർമ്മ, സ്മൃതി ഇറാനി, കൂടാതെ റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ എന്തായാലും 20-ാം തീയതി ജനുവരിക്ക് തയ്യാറെടുക്കുകയാണ്. നാളെയാണ് പരസ്യപ്രചാരണം അവസാനിക്കുന്നത്. ഇന്ന് ഉത്തർപ്രദേശ് കേന്ദ്രീകരിച്ച് തന്നെയാണ് ഇന്ത്യ സഖ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റാലി സംഘടിപ്പിക്കാനിരിക്കുന്നത്. അതിൽ സോണിയാഗാന്ധി, അതോടൊപ്പം അഖിലേഷ് യാദവ്, കൂടാതെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളടക്കം പങ്കെടുക്കുന്നു. അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മഹാരാഷ്ട്ര കേന്ദ്രീകരിച്ചാണ് പ്രചരണം. അരവിന്ദ് കെജ്രിവാളും ഇന്ന് മഹാരാഷ്ട്രയിൽ പ്രചരണത്തിനിറങ്ങുന്നുണ്ട്. എന്തായാലും അവസാനവട്ട ലാപ്പിൽ കടക്കുമ്പോൾ ശക്തമായ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിൽ പ്രധാനപ്പെട്ട നേതാക്കളടക്കം ദിവസങ്ങളായി കേന്ദ്രീകരിച്ച് അവിടെ രാഷ്ട്രീയ പ്രചരണം നടത്തിയിരുന്നു. ഇന്നിപ്പോൾ ഉത്തർപ്രദേശ് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധാകേന്ദ്രം. കാരണം അഖിലേഷ് യാദവ് ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രചരണം ഇന്ന് റായ്ബറേലിയിൽ സംഘടിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രിയുടെ ഇന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണം മഹാരാഷ്ട്രയിലാണ്. എന്തായാലും അവസാന വട്ടത്തിൽ ഏതൊക്കെ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങളാണ് പ്രധാനമന്ത്രി അടക്കം ഉന്നയിക്കുന്നത് ശ്രദ്ധേയമാകും. കഴിഞ്ഞ ദിവസങ്ങളടക്കം കോൺഗ്രസിനെ കണക്കറ്റ് വിമർശിച്ചുകൊണ്ട് പ്രധാനമന്ത്രി രംഗത്ത് വന്നിരുന്നു. അതോടൊപ്പം തന്നെ പൗരത്വ ഭേദഗതി സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തത് മോദിയുടെ ഗ്യാരണ്ടി എന്ന പരാമർശം അടക്കമുള്ള ഒരു കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി പ്രസംഗത്തിലടക്കം ഉൾപ്പെടുത്തിയത്. എന്തായാലും ഇന്നത്തെ പ്രസംഗം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ആയുധമായി തന്നെ മുന്നോട്ട് പോകും. കാരണം കോൺഗ്രസിലെല്ലാം തന്നെ ശക്തമായ ഭാഷയിലാണ് പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസങ്ങളടക്കം നടത്തിയ പ്രസംഗത്തെ ചൊല്ലി രംഗത്ത് വന്നിരിക്കുന്നത്. എന്തായാലും അഖിലേഷ് യാദവിന്റെ അടക്കം ഇന്നത്തെ ഈ റാലിയെ തന്നെയാണ് ശ്രദ്ധേയമാകുന്നത്. അതോടൊപ്പം പ്രധാനമന്ത്രിയുടെ രാഷ്ട്രീയ പ്രചരണ പരിപാടിയും ഇന്ന് ശ്രദ്ധേയമാകും. SKN. നിതിൻ, മറ്റൊരു കാര്യം, അതായത് പ്രതിപക്ഷ നേതാക്കളുടെ തെരഞ്ഞെടുപ്പ് പ്രസംഗത്തിലെ ചില പരാമർശങ്ങളിൽ നടപടിയുമായി ഇലക്ഷൻ കമ്മീഷൻ വന്നിരിക്കുന്നു എന്ന രീതിയിൽ വാർത്ത വരുന്നുണ്ടല്ലോ. ഏതൊക്കെ കാര്യങ്ങളിലാണ് ഇലക്ഷൻ കമ്മീഷൻ നടപടിക്ക് ആലോചിക്കുന്നത്? BJP നേതാക്കളുടെ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെയോ പ്രസംഗങ്ങളോ അല്ലെങ്കിൽ മറ്റ് പരാതികളുമേൽ ഒരു നടപടിയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിക്കുന്നില്ല എന്ന പരാതി പ്രതിപക്ഷ നേതാക്കൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തന്നെ മുന്നോട്ട് വെച്ചിരുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ സീതാറാം യെച്ചൂരി, അതോടൊപ്പം തന്നെ ജി ദേവരാജ് ഉൾപ്പെടെയുള്ള നേതാക്കളുടെ ഇത്തരത്തിൽ ഈ പ്രസംഗങ്ങളടക്കം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ദൂരദർശനിലും അതോടൊപ്പം തന്നെ ഓൾ ഇന്ത്യ റേഡിയോയിൽ നടത്തിയ പ്രസംഗത്തിലെ പരാമർശങ്ങളാണ് ഇപ്പോൾ നടപടിയുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വന്നിരിക്കുന്നത്. കാരണം ഇത്തരം ചില പരാമർശങ്ങൾ മുസ്ലിങ്ങൾ, അതോടൊപ്പം തന്നെ വർഗീയ, സ്വേച്ഛാധിപത്യ സർക്കാർ, കാടൻ നിയമം തുടങ്ങിയ പരാമർശങ്ങളാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നീക്കം ചെയ്തിരിക്കുന്നത്. ഇതിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തും വന്നിരിക്കുന്ന ഒരു ഈ ഓൾ ഇന്ത്യ റേഡിയോയുടെ ഭാഗത്തും വന്നിരിക്കുന്ന വിശദീകരണം, മുഖ്യമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവരുടെ ഇത്തരത്തിൽ പരാമർശങ്ങൾ നീക്കം ചെയ്തിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരം ഒരു നടപടി എന്നാണ് ഇപ്പോൾ ദൂരദർശനും അതോടൊപ്പം തന്നെ മറ്റ് ഓൾ ഇന്ത്യ റേഡിയോ അടക്കം ഇപ്പോൾ വിശദീകരണവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. അതേസമയം തന്നെ ഇപ്പോൾ ജി ദേവരാജ് നടത്തിയിരിക്കുന്നത് പ്രതികരണം ഇതൊരു ജനാധിപത്യപരമായ വിരുദ്ധമായ നടപടിയാണ്. കാരണം ഒരു വിഷയത്തിൽ നേതാക്കളുടെ അടക്കം അഭിപ്രായം പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ശരിക്കും ഈ പ്രതിപക്ഷ കക്ഷികൾ നടത്തിയ ഓൾ ഇന്ത്യ റേഡിയോയിലും ദൂരദർശനും നടത്തിയ തെരഞ്ഞെടുപ്പ് സംപ്രേഷണത്തിലാണോ ഈ പ്രശ്നം ഉണ്ടായിരിക്കുന്നത്? അത്തരത്തിൽ ഈ പ്രാദേശിക പാർട്ടികൾക്കും അതോടൊപ്പം തന്നെ ദേശീയ പാർട്ടികളടക്കം ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് പ്രധാനമായും ഈ ഓൾ ഇന്ത്യ റേഡിയോയിലും അതോടൊപ്പം തന്നെ ദൂരദർശനിലും അത്തരമൊരു സമയം അനുവദിക്കാറുണ്ട്. ഇതിലാണ് ഈ ജി ദേവരാജ് ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് സമയം അനുവദിച്ചത്. അതിൽ പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ചില പ്രസംഗങ്ങളിലെ ചില പരാമർശങ്ങളാണ് ഇതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയുമായി രംഗത്ത് വന്നത്. അതിൽ മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള വാക്കുകൾ നീക്കം ചെയ്യണം എന്നൊരു നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സീതാറാം യെച്ചൂരിയുടേതാണെങ്കിൽ വർഗീയ, സ്വേച്ഛാധിപത്യ സർക്കാർ, അതോടൊപ്പം തന്നെ കാടൻ നിയമം തുടങ്ങിയ പരാമർശങ്ങൾ നീക്കം ചെയ്യണം
എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്ന നടപടി. അത്തരത്തിൽ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ബന്ധപ്പെട്ട പ്രശ്നത്തിലാണ് ഇപ്പോൾ ഈ ഇലക്ഷൻ കമ്മീഷൻ ഈ നടപടിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഇതിൽ ശ്രദ്ധേയമായ ഒരു കാര്യം, കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പ്രതിപക്ഷം വലിയ വിമർശനം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ രംഗത്ത് വരുന്നുണ്ട്. പ്രത്യേകിച്ച് പ്രധാനമന്ത്രിക്കെതിരെയോ അല്ലെങ്കിൽ മറ്റ് BJP നേതാക്കൾക്കെതിരെയോ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നുള്ള ഒരു പരാതി നിലനിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ പ്രതിപക്ഷ നേതാക്കളുടെ പ്രസംഗങ്ങളിൽ ഒരു സെൻസർഷിപ്പ് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. SKN.